Hi dear students, Basics of Entrepreneurship and Management എന്ന നമ്മുടെ സബ്ജക്റ്റിലെ പാർട്ട്ണർഷിപ്പ് എന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് ബിസിനസ്, വ്യത്യസ്ത തരം ബിസിനസ്സുകൾ നമ്മൾ പരിചയപ്പെട്ടു. അതിലൊന്നാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ദെൻ HUF. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് പാർട്ട്ണർഷിപ്പ്. What is partnership? In order to overcome the difficulties of sole proprietorship business, a new form of business organization has been emerged and it is called partnership. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ഫോം നമ്മൾ പരിചയപ്പെട്ടു. അതിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ്, ഒരുപാട് കൺസ്ട്രെയിൻസ് നമ്മൾ നേരിടേണ്ടി വന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഉണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഓവർകം ചെയ്തുകൊണ്ടാണ് മറ്റൊരു ബിസിനസ് ഫോം നമ്മൾ പരിചയപ്പെടുന്നത്. അതാണ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡെഫിനിഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. Section 4 of the Indian Partnership Act 1932 define partnership as the relationship between the person who have agreed to share the profit of business carried on by all or any of them acting for all. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ ബിസിനസ്സിലൂടെ ഉണ്ടാകുന്ന പ്രോഫിറ്റ് ഇവരെന്ത് ചെയ്യുന്നു, അവർ ഓൾറെഡി അഗ്രി ചെയ്തിട്ടുള്ള ആ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വെച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്നു. മറ്റൊരു പ്രത്യേകത, ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി എല്ലാ പാർട്ട്നേഴ്സിനും വേണ്ടി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ വ്യക്തികളും എന്ത് ചെയ്യുന്നു, ഓരോ പാർട്ട്നേഴ്സിനും വേണ്ടി പ്രവർത്തിക്കുന്നു. ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ, ഒന്നെങ്കിൽ ബിസിനസ് എല്ലാവരും കൂടി എന്ത് ചെയ്യുന്നു, ഇവിടെ പ്രവർത്തിപ്പിക്കുന്നു, അല്ലെങ്കിൽ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ, അല്ലെങ്കിൽ ആരെങ്കിലും കുറച്ച് ആളുകൾ അല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് വേണ്ടി ബിസിനസ് പ്രവർത്തിപ്പിക്കുന്നു. ഇതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേതാണ് ഫോർമേഷൻ. Formation of partnership is based on the agreement among the partners to run a lawful business. ഒരു നിയമപരമായിട്ടുള്ള ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി, തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത്. എഗ്രിമെൻറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത്. ഇറ്റ് മേ ബി എയ്തർ ഓറൽ ഓർ റിട്ടൺ. ഈ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വാക്കാൽ മൊഴിഞ്ഞുകൊണ്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിലൂടെയും എന്ത് ചെയ്യാം, ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും. ബട്ട് ടു പീപ്പിൾ കമ്മിങ് ടുഗെദർ ഫോർ ചാരിറ്റബിൾ പർപ്പസ്, ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട്ണർഷിപ്പ്. ഇവിടെ കുറച്ച് ആളുകൾ അല്ലെങ്കിൽ ഒരു രണ്ടാൾ ഒരു പാർട്ട്ണർഷിപ്പ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാപനം തുടങ്ങി. പക്ഷേ അവർ പ്രവർത്തിച്ചത് ചാരിറ്റബിൾ പർപ്പസിനാണ്, ജനങ്ങൾക്ക്, സമൂഹത്തിന് സേവനം ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് എങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഒരു പാർട്ട്ണർഷിപ്പ് ആണ് എന്ന് പറയാൻ പറ്റില്ല. പാർട്ട്ണർഷിപ്പ് ആവണമെങ്കിൽ അവിടെ എന്താണ്, ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് ആയിരിക്കണം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്കണോമിക് മോട്ടീവുള്ള ഒരു ബിസിനസ് ആയിരിക്കണം പാർട്ട്ണർഷിപ്പിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ഒരു പ്രത്യേകത പറയുന്നതാണ് ലയബിലിറ്റി. The liability of each partner is unlimited. Even their personal properties are held liable for the debt of the partnership firm. ഇവിടെ ഇവരുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്, അൺലിമിറ്റഡ് ആണ്. എങ്ങനെയാണ് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് നടത്തി പൊട്ടി, അങ്ങനെ ഒരുപാട് എന്ത് ചെയ്തു, നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നഷ്ടം കമ്പനിയുടെ അസറ്റ് വിറ്റുകൊണ്ട് നഷ്ടം വീട്ടാൻ പറ്റും. കമ്പനിയുടെ അസറ്റ് വിറ്റിട്ടും ഇവിടെ നഷ്ടം നികത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ, കടം ബാക്കിയുണ്ട് എങ്കിൽ ഈ പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്നും എടുത്ത് അത് കൊടുക്കേണ്ടി വരും. അതാണ് ഇവിടെ അൺലിമിറ്റഡ് ലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ പോയിൻ്റാണ് റിസ്ക് ബിയറിങ്. All the risk of
loss is shared by the partners as they are sharing profit of the firm. ഇവിടെ റിസ്ക് എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ഉണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആണെങ്കിലും എല്ലാ ആളുകൾക്കും ലഭിക്കുന്നുണ്ട്. അവർ ഏത് രൂപത്തിലാണോ പ്രോഫിറ്റ് ഷെയറിംഗ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ആ ഒരു രൂപത്തിൽ തന്നെ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ റിസ്ക് വഹിക്കേണ്ടി വരും. Decision making and control. Decision making are generally taken with the mutual consent. പരസ്പര ധാരണയോട് കൂടിയിട്ടായിരിക്കും ഇവിടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത്. അടുത്ത പോയിന്റാണ് കണ്ടിന്യൂറ്റി. എ പാർട്ണർഷിപ്പ് ഈസ് പ്യൂർലി എ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് ഹാസ് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്, ഹെൻസ് ഇറ്റ് ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. ഇവിടെ ഈ ഒരു പാർട്ണർഷിപ്പ് ഫേമിന് കണ്ടിന്യൂറ്റി ലഭിക്കുന്നില്ല. കാരണം എന്താണ്, ഇവിടെ പാർട്ണർഷിപ്പിലെ പാർട്ട്ണർമാരാണ് ഇതിലെ ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഈ പാർട്ട്ണർമാർ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ ബിസിനസ്സും എന്ത് ചെയ്യും, അടച്ചു പൂട്ടേണ്ടി വരും. മറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് നടത്താൻ പറ്റില്ല. കാരണം ഈ ഒരു പാർട്ട്നേഴ്സിൻ്റെ പേരിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്തങ്ങൾ. മറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, അത് കൈമാറ്റം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി മറ്റൊന്നാണ് മെമ്പർഷിപ്പ്. മെമ്പർഷിപ്പ് എങ്ങനെയാണ്, മിനിമം നമ്പേഴ്സ് ഓഫ് മെമ്പേഴ്സ് ഈസ് 2. 2 ആളുകൾ ഉണ്ടെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് തുടങ്ങാം. മാക്സിമം ഈസ് 10 ഫോർ ദി ബാങ്കിങ് ബിസിനസ് ആൻഡ് 20 ഫോർ അതർ ബിസിനസ്. ദിസ് 20 ഈസ് ഇൻക്രീസ്ഡ് ടു 100 ബൈ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013. ഇവിടെ മാക്സിമം എന്ന് പറയുന്നത് ബാങ്കിങ് ബിസിനസ്സിൽ 10 മാക്സിമം 10 ആളുകൾ വരെ പറ്റുള്ളൂ. മറ്റു ബിസിനസ് ആണെങ്കിൽ 20 ആയിരുന്നു മുമ്പ്, ഇപ്പോൾ അത് 20 ഉള്ളത് 100 പാർട്ട്നേഴ്സ് വരെ ഇവിടെ എന്ത് ചെയ്യാം, ഒരു പാർട്ട്ണർഷിപ്പിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തതാണ് മ്യൂച്വൽ ഏജൻസി. ഈച്ച് പാർട്ട്നേഴ്സ് ഈസ് ആൻ ഏജന്റ് ഓഫ് അതർ പാർട്ട്നേഴ്സ് ആസ് വെൽ ആസ് ദ ഫേം. ഓരോ പാർട്ട്നേഴ്സും പരസ്പരം ഒരു ഏജന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു പാർട്ട്നേഴ്സ് ആക്റ്റീവ് അല്ലെങ്കിൽ മറ്റു പാർട്ട്നേഴ്സ് ഈ ആക്റ്റീവ് അല്ലാത്ത പാർട്ട്നേഴ്സിനു വേണ്ടി കൂടി പ്രവർത്തിക്കുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമ്മളിതിൻ്റെ മെറിറ്റ്സ് ആണ് നോക്കുന്നത്. 1, ഈസി ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. പെട്ടെന്ന് തുടങ്ങാനും അവസാനിപ്പിക്കാനും പറ്റും. കാരണം എന്താണ്, ഡ്യൂ ടു ലെസ് ഫോർമാലിറ്റി വളരെയധികം കുറവാണ്. അടുത്തതാണ് ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് ഇവിടെ എന്താണ്, ബാലൻസ്ഡ് ആണ്. ബിക്കോസ് ഓഫ് ദി ഇൻവോൾവ്മെൻറ്റ് ഓഫ് മോർ ദാൻ 1 പേഴ്സൺ. ഒന്നിൽ കൂടുതൽ ആളുകളായതുകൊണ്ട് എന്ത് ചെയ്യും, ഡിസിഷൻ മേക്കിംഗ് ബാലൻസ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ മോർ ഫണ്ട്, ലാർജ് ക്യാപിറ്റൽ ക്യാൻ ബി അക്യുമുലേറ്റഡ്. ഒരുപാട് പാർട്ട്നേഴ്സ്, 2ൽ കൂടുതൽ പാർട്ട്നേഴ്സ് ഉണ്ടായതുകൊണ്ട് ഒരുപാട് ക്യാപിറ്റൽ ഇവിടെ ബിസിനസ്സിന് ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന് ഷെയറിംഗ് ഓഫ് റിസ്ക്, റെഡ്യൂസ് ആങ്സൈറ്റി, ബേർഡൻ, സ്ട്രെസ് ഓൺ ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സ്. ഇവിടെ എന്താണ്, ഒരാൾ മാത്രമല്ല, 1ൽ കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അവിടെയുള്ള റിസ്ക് എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. അവർക്കുണ്ടാകുന്ന ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും അതെല്ലാം പരസ്പരം ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് അവർ ബിസിനസ് റൺ ചെയ്യിക്കുന്നത്. മറ്റൊന്നാണ് സീക്രസി ക്യാൻ ബി മെയിൻറ്റെയിൻഡ്. ഇവിടെ ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം ഈ പാർട്ട്നേഴ്സാണ് ഇതിൻ്റെ A to Z കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും പാർട്ട്നേഴ്സ് ആയിരിക്കും. അപ്പോൾ മറ്റുള്ള വർക്കേഴ്സ് ആണെങ്കിലും അത് ഔട്ട്സൈഡേഴ്സ് ആണെങ്കിലും അവർക്കൊന്നും ഇതിനെ പറ്റിയുള്ള യാതൊരു ഇൻഫർമേഷനും ലഭിക്കുകയില്ല. നോ ലീഗൽ റിക്വയർമെൻറ്റ്സ് ടു പബ്ലിഷ് ഇറ്റ്സ് അക്കൗണ്ട്സ് ആൻഡ് റിപ്പോർട്ട്. മാത്രമല്ല ഇതിൻ്റെ അക്കൗണ്ട്സുകളും റിപ്പോർട്ട്സുകളൊന്നും പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ലീഗലി ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് അവരുടെ ഡാറ്റകൾ സേഫ് ആയിരിക്കും. മറ്റൊന്നാണ് ലിമിറ്റേഷൻസ് ഓഫ് പാർട്ണർഷിപ്പിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്. ഒന്നാമത്തതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി. അതൊരു ലിമിറ്റേഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അറ്റാച്ച് ഈവൻ ദ പേഴ്സണൽ പ്രോപ്പർട്ടീസ് വരെ അറ്റാച്ച് ചെയ്യേണ്ടി വരും. അതൊരു പോരായ്മയാണ്. മറ്റൊന്ന് ലിമിറ്റഡ് റിസോഴ്സസ് ടു റൺ ലാർജ് സ്കെയിൽ ബിസിനസ് ഓർഗനൈസേഷൻ. വലിയ ഒരു വൻകിട കമ്പനികൾ, ഒരു മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ തുടങ്ങുകയാണെങ്കിൽ അത് പാർട്ണർഷിപ്പ് കൊണ്ട് സാധിക്കില്ല. മറ്റൊന്നാണ് കോൺഫ്ലിക്ട്സ്. ഡിസ്അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ലീഡ് ടു ഡിസൊല്യൂഷൻ ഓഫ് ദി ഫേം. 1ൽ കൂടുതൽ പാർട്ട്നേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ഡിസ്അഗ്രിമെൻ്റ് ഉണ്ടാവും. അതെന്ത് ചെയ്യും, ബിസിനസ് അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തിക്കും. മറ്റൊന്നാണ് ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. ബിസിനസ് നിലനിൽക്കില്ല. കാരണം പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് ഉണ്ടാവുകയുള്ളൂ. അവരില്ലെങ്കിൽ ബിസിനസ് ഉണ്ടാവില്ല. മറ്റൊന്നാണ് ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ്.
ഇവിടെ എന്താണ് ആസ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ഗവൺമെൻറ് കൺട്രോൾ, ഗവൺമെൻറ് കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് പബ്ലിക് കോൺഫിഡൻസ് ഉണ്ടാവുകയില്ല. നമ്മൾ അടുത്തതായി നോക്കുന്നത് പാർട്ട്നേഴ്സിനെ കുറിച്ചാണ്. ആരാണ് പാർട്ട്നേഴ്സ്? ഓരോ പാർട്ട്ണർമാർ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പിലെ മെമ്പർമാരെയാണ് നമ്മൾ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കുന്നത്. Depending on the nature of the agreement and interest taken in the business, partners are different type. ഓരോ പാർട്ട്നേഴ്സും വ്യത്യസ്ത തരത്തിലുണ്ട്. കാരണം ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് പറ്റുന്ന രൂപത്തിൽ അവർ ബിസിനസ്സിന് വേണ്ടി പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പാർട്ട്നേഴ്സിന് നമുക്ക് തരംതിരിക്കാൻ വേണ്ടി സാധിക്കും. ഒന്നാമത്തതാണ് ആക്റ്റീവ് ഓർ വർക്കിംഗ് പാർട്ട്ണർ. Active or working partner. A partner who contribute capital and take part in the day-to-day affairs of the business is called active partner. ഒരു കമ്പനിയുടെ ഡേ ടു ഡേ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരികയും ചെയ്യുന്ന പാർട്ട്നേഴ്സിനെയാണ് ആക്റ്റീവ് പാർട്ട്ണർ എന്ന് പറയുന്നത്. അടുത്തതാണ് സ്ലീപ്പിംഗ് ഓർ ഡോർമെന്റ് പാർട്ട്ണർ. ഹി ഡസ് നോട്ട് പ്ലേ ആൻ ആക്റ്റീവ് part in the business but simply contribute capital and share the profit or loss as case may be. ഇവിടെ സ്ലീപ്പിംഗ് ഓർ ഡോർമെന്റ് പാർട്ട്ണർ എന്ന് പറയുന്നത് ആരാണ്? ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരും, പക്ഷേ ആക്റ്റീവായിട്ടുള്ള യാതൊരുവിധ പ്രവർത്തനത്തിനും അങ്ങനെയുള്ള പാർട്ട്നേഴ്സിനെ ലഭിക്കുകയില്ല. അവർക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ത് ചെയ്യും? അവർ ഷെയർ ചെയ്തെടുക്കും. മറ്റൊന്നാണ് സീക്രട്ട് പാർട്ട്ണർ. ഇറ്റ് ഈസ് വൺ whose association with the firm is unknown to the public. All other features are just like an active partner. പബ്ലിക്കിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മളൊരു പാർട്ട്ണർഷിപ്പിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള പാർട്ട്നേഴ്സിനെ സീക്രട്ട് പാർട്ട്നേഴ്സ് എന്നാണ് പറയുക. പബ്ലിക്കിന് അറിയില്ല ഇയാൾ ഈ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ പാർട്ട്നേഴ്സ് ആണ് എന്നുള്ളത്. മറ്റൊന്നാണ് നോമിനൽ പാർട്ട്ണർ. ostensible partner or quasi partner എന്നും പറയപ്പെടും. Such partner lend his name and reputation for the benefit of the firm but neither contribute capital nor take part in the management as well as no share of profit of the firm, although he become liable to outsiders for the debt of the firm. നോമിനൽ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് പേരിന് മാത്രം ഇയാൾ പാർട്ട്നേഴ്സ് ആയിരിക്കും. ഇയാൾ ക്യാപിറ്റലോ പ്രോഫിറ്റോ ഒന്നും ഇയാൾക്ക് അവകാശപ്പെട്ടതല്ല. പക്ഷേ ഇയാൾ പേരിന് മാത്രം ജസ്റ്റ് കമ്പനിയുടെ ഒരു പബ്ലിസിറ്റിക്ക് മാത്രം ഇവിടെ ഒരു പാർട്ട്ണറായിട്ട് ഉണ്ടായിരിക്കും. പക്ഷേ ഈ വ്യക്തി കമ്പനിയുമായി ബന്ധപ്പെട്ട ഡെപ്റ്റിന് ഔട്ട്സൈഡേഴ്സുമായിട്ട് ഇയാൾ ലയബിളാണ്. ഇപ്പോൾ നമ്മളൊരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മളൊരു ബിസിനസ്സിൻ്റെ പാർട്ട്ണറാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കമ്പനിയുടെ സൽപ്പേര് വർദ്ധിക്കും. പക്ഷേ അങ്ങനെയുള്ള വ്യക്തികളുടെ കയ്യിൽ നിന്നും ക്യാപിറ്റൽ വാങ്ങുകയില്ല. അവരുടെ ഫേസ് ആയിരിക്കും അവിടെ ആ ഒരു സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഉത്തരവാദിത്തങ്ങളുമുണ്ട്. ഔട്ട്സൈഡേഴ്സുമായി ബന്ധപ്പെട്ട ലയബിലിറ്റീസിന് ഇവിടെ ഉത്തരവാദിത്തമുണ്ട്. അടുത്തതാണ് നോമിനൽ പാർട്ട്ണർ അടുത്തതാണ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ. ഇഫ് എ പേഴ്സൺ ആക്ട് ആസ് എ പാർട്ട്ണർ ഓഫ് എ ഫേം ബൈ ഹിസ് വേർഡ് ആൻഡ് കണ്ടക്ട് ഹി ക്യാൻ ബി കോൾഡ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ. ഒരു വ്യക്തി പറയുകയാണ് ഞാൻ ആ ഒരു ബിസിനസ്സിൻ്റെ പാർട്ട്ണർ ആണ് എന്ന് പറയുന്നത്, പക്ഷേ അയാൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു പാർട്ട്ണർ അല്ല. അങ്ങനെ പറയുന്ന വ്യക്തിയെ നമ്മൾ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്നാണ് പറയുക. ഈവൻ ദോ ഹീ ഈസ് നോട്ട് എ ആക്ച്വൽ പാർട്ട്ണർ, ഹീ ഈസ് ലയബിൾ ഫോർ ദി ഡെപ്റ്റ് ഓഫ് ദി ഫേം ആസ് ഹി മേക്ക് ഹിം ആസ് എ പാർട്ട്ണർ ഇൻ ഫ്രണ്ട് ഓഫ് ദി പബ്ലിക്. ഒരു പബ്ലിക്കിൽ നിന്നും ഒരാൾ കടം വാങ്ങുകയാണ്, ഞാൻ ഇന്ന കമ്പനിയുടെ പാർട്ട്ണറാണ്, അപ്പോൾ ആ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫണ്ട് വാങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് ആ കമ്പനിയുടെ പേരിൽ അയാൾ ഒരു ഫണ്ട് കടം വാങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തി. അതുമായി ബന്ധപ്പെട്ട ലയബിലിറ്റി ആ വ്യക്തിക്ക് മാത്രമാണ്. അങ്ങനെയുള്ള പാർട്ട്നേഴ്സിനെ പാർട്ട്നേഴ്സ് ബൈ എസ്റ്റോപ്പൽ എന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. എന്താണ് പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്? സം ടൈം എ പേഴ്സൺ മേ ബി ഡിക്ലെയർഡ് ആസ് എ പാർട്ട്ണർ ഇൻ എ ഫേം by the outsider and does not deny this even after become aware of it. ഇവിടെ എന്താണ്, ഒരു വ്യക്തി ഡിക്ലെയർ ചെയ്യുകയാണ് ഔട്ട്സൈഡേഴ്സിന് മുമ്പാകെ, പക്ഷേ അങ്ങനെയുള്ള ഒരു കാര്യം കമ്പനി ഒരിക്കലും ഡിനേ ചെയ്തതുമില്ല. Such a person is known as partner by holding out. He is liable for the debt
of the firm though he is not an actual partner. ഇവിടെ ഒരു വ്യക്തി പാർട്ട്ണർ ആണ് എന്ന് ഡിക്ലെയർ ചെയ്യാണ്, പക്ഷേ അയാൾ യഥാർത്ഥത്തിൽ ഒരു പാർട്ട്ണർ അല്ല. ഔട്ട്സൈഡേഴ്സ് ആണ് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു പാർട്ട്ണറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിക്ലെയർ ചെയ്യുന്നത്. പക്ഷേ അത് അദ്ദേഹം ഡിനൈ ചെയ്തില്ല. ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ബിസിനസ്സിൻ്റെ പാർട്ട്ണറാണ് എന്ന് ആരെങ്കിലും പറയാണ്, അങ്ങനെ അയാളുടെ പേരിൽ അയാൾ എന്ത് ചെയ്തു, കുറച്ച് കടം വാങ്ങി അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പേരിൽ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അയാളത് മറ്റുള്ളവർ പറഞ്ഞതിനെ അയാൾ ഡിനൈ ചെയ്തില്ല, അയാൾ അതിനെ തള്ളിയില്ല, അയാളത് അംഗീകരിച്ചു മൗനമായിട്ട്. അങ്ങനെയാണെങ്കിൽ അയാൾ അങ്ങനെയുള്ള പാർട്ട്നേഴ്സിന് പറയുന്ന പേരാണ് പാർട്ട്നേഴ്സ് ബൈ ഹോൾഡിംഗ് ഔട്ട്. ഇനി അടുത്തതാണ് മൈനർ പാർട്ട്ണർ. ആരാണ് മൈനർ പാർട്ട്ണർ? എ മൈനർ ഈസ് എ പേഴ്സൺ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് 18 years ഓഫ് ഏജ്. 18 വയസ്സ് പൂർത്തിയാകാത്തവരെ നമുക്ക് മൈനർ എന്ന് വിളിക്കാൻ പറ്റും. മൈനറെ ഇവിടെ ഒരു പാർട്ട്ണർ ആക്കാൻ പറ്റുമോ? എ മൈനർ കനോട്ട് ബിക്കം എ പാർട്ട്ണർ ആസ് ഹീ ഈസ് നോട്ട് capable to enter into a contract. ഒരു പാർട്ട്ണർ ആവണമെങ്കിൽ അയാളൊരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യണമെങ്കിൽ അയാൾക്ക് 18 വയസ്സാവണം. ബട്ട് ഹീ മേ അഡ്മിറ്റഡ് ആസ് പാർട്ട്ണർ ടു ദ ബെനിഫിറ്റ് ഓഫ് ദി ഫേം വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ ദ partners. He cannot take active part in the management and his liability is limited to the extent of his share in the capital and profit of the firm. After become a major, he will be eligible to enjoy all the rights of the partner and his liability become unlimited. ഒരു 18 വയസ്സാവാത്ത ഒരു വ്യക്തിയെ നിയമപ്രകാരം അയാൾ ഒരു ആക്റ്റീവ് പാർട്ട്ണർ ആക്കാൻ പറ്റില്ല, പക്ഷേ എന്ത് ചെയ്തു, ഇവർ ഒരു പാർട്ട്ണറാക്കി മാറ്റി. അപ്പോൾ നിയമപ്രകാരം ഇയാളെ പാർട്ട്ണറാക്കാൻ പാടില്ല, പക്ഷേ ഇങ്ങനെ പാർട്ട്ണറാക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ പാർട്ട്ണർ ആക്കുകയാണ് എങ്കിൽ ബാക്കിയുള്ള പാർട്ട്നേഴ്സിൻ്റെ സമ്മതത്തോടു കൂടി മാത്രമേ പറ്റുള്ളൂ. മാത്രമല്ല അങ്ങനെയുള്ള ഒരു പാർട്ട്ണർക്ക് യാതൊരു തരത്തിലുമുള്ള ലാബിലിറ്റി പിന്നെ അവർക്ക് അൺലിമിറ്റഡ് ആവുകയില്ല. ലിമിറ്റഡ് ലാബിലിറ്റി മാത്രമേ ഈ പറയുന്ന മൈനർ പാർട്ട്ണർക്ക് ഉണ്ടാവുകയുള്ളൂ. കാരണം അയാൾ ആ ഒരു പാർട്ട്ണർ കൊണ്ടുവന്ന ഒരു അസറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രോഫിറ്റ്, ആ എമൗണ്ട് എത്രയാണോ അതുവരെയുള്ള ലാബിലിറ്റി മാത്രമേ മൈനർ പാർട്ട്നേഴ്സിന് ഉണ്ടാവുകയുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ലാബിലിറ്റികൾ ബാക്കിയുള്ള പാർട്ട്നേഴ്സ് വഹിക്കേണ്ടി വരും. എന്നാൽ ഈ വ്യക്തി മേജർ ആയിക്കഴിഞ്ഞാൽ, 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും, സാധാരണ രൂപത്തിലുള്ള ഒരു പാർട്ട്ണറായിട്ട് മാറുന്നതാണ്. അതാണ് ഒരു മൈനർ പാർട്ട്ണർ. മൈനർ പാർട്ട്ണറുടെ റൈറ്റ് ടു ഷെയർ ഓഫ് പ്രോഫിറ്റ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ദി ഫേം. ബിസിനസ്സിൻ്റെ പ്രോപ്പർട്ടീസും പ്രോഫിറ്റിന് ഷെയറും കിട്ടാനുള്ള റൈറ്റ് മൈനർ പാർട്ട്ണർക്കുണ്ട്. മറ്റൊന്ന്, ഹീ ക്യാൻ ഇൻസ്പെക്ട് ആൻഡ് കോപ്പി ഓഫ് ദി അക്കൗണ്ട്സ് ഓഫ് ദി ഫേം. ഫേമുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സുകൾ, അക്കൗണ്ട്സുകൾ ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് മൈനർ പാർട്ട്ണർക്കുണ്ട്. ബട്ട് ഹി ഹാസ് നോ ആക്സസ് ടു ഓൾ ബുക്സ് ഓഫ് അക്കൗണ്ട്. പക്ഷേ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ടും ഈ ഒരു മൈനർ പാർട്ട്ണർക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. മറ്റൊന്ന്, ഹി ക്യാൻ സ്യൂ ദ പാർട്ട്ണർ ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ പ്രോപ്പർട്ടീസ് ഇൻ ദ ഫേം. ഈ ഒരു പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഫേമിൻ്റെ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും കാര്യത്തിൽ ഒരു അപാകത തോന്നുകയാണെങ്കിൽ ഈ മൈനർ പാർട്ട്ണർക്ക് കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇനി നമ്മൾ അടുത്തതായി നോക്കുന്നതാണ് ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. Partnership may be broadly divided into two, namely general or ordinary partnership and limited partnership. എന്താണ് ജനറൽ പാർട്ട്ണർഷിപ്പ്? In these types of partnership, the liability of the all partners is unlimited. Usually, these types of partnership is found in India. On the basis of duration, general partnership is divided as follows. ഇവിടെ ജനറൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ സാധാരണ കാണുന്ന ഒരു പാർട്ട്ണർഷിപ്പാണ്. ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പാണ് ജനറൽ പാർട്ട്ണർഷിപ്പ്. ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. ഇറ്റ് ഈസ് ഫോംഡ് ഫോർ ദി പർട്ടിക്കുലർ പർപ്പസ് ഓർ ഫോർ പർട്ടിക്കുലർ പീരീഡ്. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രത്യേക പീരീഡിലേക്ക് വേണ്ടിയിട്ടോ ആണ് ഇവിടെ പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഇഫ് എ പാർട്ട്ണർഷിപ്പ് ഈസ് ഫോംഡ് ഫോർ 2 years, 2 കൊല്ലത്തേക്ക് വേണ്ടി ഒരു ബിസിനസ് തുടങ്ങി, അപ്പോൾ അത്
പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പാണ്. ഓർ ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ്, അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം തുടങ്ങി, അങ്ങനെയാണെങ്കിൽ അതൊരു പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പാണ്. ആഫ്റ്റർ ദി എക്സ്പയറി ഓഫ് ദി ടൈം ഓർ ദി കംപ്ലീഷൻ ഓഫ് ദി കൺസ്ട്രക്ഷൻ ഇറ്റ് വിൽ ബി ഡിസോൾവ്ഡ്. ഈ ഒരു സമയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു പർപ്പസ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് സ്ഥാപനം പിരിച്ചുവിടുന്നതാണ്. അടുത്തതാണ് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ. If the duration of the partnership is not specified in the agreement, it is called partnership at will. It will be continued for the indefinite period and it can be dissolved at any time as it is decided by the all or any of the partners. പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമാണ്. അത് എത്ര കാലത്തേക്കാണ് തുടങ്ങിയത് എന്നൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ മുഴുവൻ പാർട്ട്നേഴ്സ് കമ്പനി അടച്ചു പൂട്ടണമെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്പനി അടച്ചു പൂട്ടേണ്ടി വരും. അങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയുന്നത്. എപ്പോഴാണോ അവർക്ക് പൂട്ടാൻ തോന്നുന്നത് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, സ്ഥാപനം ഡിസോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്തതാണ് സ്പെഷ്യൽ പാർട്ട്ണർഷിപ്പ് ഓർ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്. ആദ്യം നമ്മൾ പറഞ്ഞത് ജനറൽ പാർട്ട്ണർഷിപ്പ് ആയിരുന്നു. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നതാണ് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്. ഇൻ എ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് ദർ ആർ ടു ക്ലാസിഫൈഡ് പാർട്ട്ണർ, ജനറൽ പാർട്ട്നേഴ്സും സ്പെഷ്യൽ പാർട്ട്നേഴ്സും. There should be at least one general partner whose liability is unlimited and the liability of partner is limited. To the extent of their capital contribution, it is not allowed in India but prevail in England. ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ഒരു പാർട്ട്ണർഷിപ്പ് നിലവിലില്ല, പക്ഷേ ഇംഗ്ലണ്ടിൽ ഈ ഒരു പാർട്ട്ണർഷിപ്പ് നിലവിലുണ്ട്. എന്താണ് ഇവിടെ രണ്ട് പാർട്ട്നേഴ്സാണ് ഇതിൽ ഉണ്ടായിരിക്കുക, ജനറൽ പാർട്ട്ണറും സ്പെഷ്യൽ പാർട്ട്ണറും. ജനറൽ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, എന്നാൽ സ്പെഷ്യൽ പാർട്ട്ണറുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. മിക്സഡ് ആയിട്ടുള്ള ലയബിലിറ്റി ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. അതാണ് ഇവിടെ സ്പെഷ്യൽ പാർട്ട്ണർഷിപ്പിൻ്റെ പ്രത്യേകത. അത് ഇന്ത്യയിൽ നിലവിലില്ല. ഇനി അടുത്തതാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നാണ് നോക്കുന്നത്. ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് വിച്ച് കണ്ടെയ്ൻ ഓൾ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദി പാർട്ട്ണർഷിപ്പ് ആൻഡ് ഇറ്റ് ക്യാൻ ബി അൾട്ടേർഡ് അറ്റ് എനി ടൈം വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. ഇവിടെ എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്? ഡോക്യുമെൻ്റ് ആണ്. പാർട്ട്നേഴ്സ് തമ്മിൽ എഗ്രിമെൻ്റ് നടത്തുന്ന ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ഈ പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ പാർട്ട്നേഴ്സിൻ്റെ ഡീറ്റെയിൽസും അതിൽ ഉണ്ടായിരിക്കും. ഇതിന് മറ്റൊരു പേരാണ് ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പും എന്നും ഇതിനെ പറയപ്പെടുന്നുണ്ട്. ഇത് റിട്ടൺ ഫോമിലോ ഓറൽ ഫോമിലോ ആയിരിക്കും. However, it will be better in writing itself to avoid dispute in future. നോർമലി ഇത് റിട്ടൺ ഫോമിലാണ് ഉണ്ടാവുന്നത്, കാരണം ഓറൽ ഫോം എന്ന് പറയുന്നത് ഒരു എവിഡൻസ് അല്ല. അതുകൊണ്ട് റിട്ടൺ ഫോമാണ് എവിഡൻസ് ആണ്. ഭാവിയിലുള്ള ഡിസ്പ്യൂട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. പാർട്ട്ണർഷിപ്പിൻ്റെ കുറച്ച് കണ്ടന്റുകൾ മാത്രമാണ് ഇവിടെ പറയുന്നുള്ളൂ. പിന്നെ നെയിം ഓഫ് ദി ഫേം, ബിസിനസ്സിൻ്റെ പേര്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഓൾ പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, നാച്ചർ ആൻഡ് പ്ലേസ് ഓഫ് ദി ബിസിനസ്, ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്, ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ ദ പാർട്ട്നേഴ്സ്, എമൗണ്ട് വിച്ച് ക്യാൻ ബി വിഡ്രോൺ ബൈ ഈച്ച് പാർട്ട്നേഴ്സ്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അങ്ങനെ ഒരുപാട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടായിരിക്കും. ഈ പറയുന്ന പാർട്ട്ണർഷിപ്പിൻ്റെ ഡോക്യുമെൻറ്റിനെയാണ് നമ്മളിവിടെ പാർട്ട്ണർഷിപ്പ് ഡീഡ്, ആ എഗ്രിമെൻറ്റിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.